നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൊല്ലം ജില്ലയിലുള്ള 11 മണ്ഡലങ്ങളെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. കഴിഞ്ഞ കാലങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ കൊല്ലം ജില്ലയിൽ അതിശക്തമായ മേൽക്കോയ്മ LDF-നുണ്ടായിരുന്നു, CPM-നുണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ അതിൽ നിന്നുള്ള ഒരു തിരിച്ചുവരവിനുള്ള UDF ശ്രമങ്ങൾ എത്രത്തോളം വിജയിക്കുമെന്ന് കണ്ടറിയേണ്ട കാര്യമാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ പരിശോധിക്കുമ്പോൾ കൊല്ലം ജില്ലയിൽ അതിശക്തമായ മേൽക്കോയ്മ LDF-നുണ്ടായിരുന്നു എന്നുള്ളത് ഒരു സത്യമായ കാര്യമായി അവിടെ നിൽക്കുമ്പോൾ, അത്തരം യാഥാർത്ഥ്യങ്ങൾ നമുക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ UDF എങ്ങനെ തിരിച്ചു വരും എന്നുള്ള വലിയ ചോദ്യമാണ്. കേരളത്തിൽ 100 സീറ്റ് ലക്ഷ്യം വെച്ചുകൊണ്ട് UDF നടത്തിയ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അവരുടെ അവകാശവാദങ്ങൾ കൊല്ലം ജില്ലയെ പോലെയുള്ള 11 മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ജില്ലയിൽ അത് എത്തരത്തിലാണ് അതിൻ്റെ റിസൾട്ടുകൾ വരുന്നതിനെ ആശ്രയിച്ചിരിക്കും UDF-ന്റെ മേൽക്കോയ്മ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ചും കേരളത്തിൽ തരംഗങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ള പൊതുവായ വിലയിരുത്തലുകളുടെ പശ്ചാത്തലത്തിൽ കൊല്ലം ജില്ലയിൽ വലിയ മാറ്റങ്ങൾക്കുള്ള സാധ്യതകളില്ല. LDF-നുള്ള മേൽക്കോയ്മ തുടരാനുള്ള ഒരു സാധ്യതകൾ തന്നെയാണ് കൂടുതലും കാണുന്നത്. ഏതായാലും കൊല്ലം ജില്ലയിലുള്ള 11 മണ്ഡലങ്ങളെ പറ്റിയിട്ടുള്ള അവലോകനങ്ങൾ നമുക്ക് നോക്കാം. കരുനാഗപ്പള്ളി മണ്ഡലമാണ്. CR മഹേഷ് എന്ന ജനകീയ സ്ഥാനാർത്ഥി, ജനകീയനായ കോൺഗ്രസിന്റെ മുഖമാണ് കൊല്ലം ജില്ലയിലെ. CR മഹേഷ് തന്നെയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. CPIക്ക് വേണ്ടി MS താര, BJPക്കും സ്ഥാനാർത്ഥിയുണ്ട്. 2021 തെരഞ്ഞെടുപ്പിൽ CR മഹേഷ് നേടിയത് 94,225 വോട്ട്. അന്ന് CPIയുടെ R രാമചന്ദ്രൻ നേടിയത് 65,017 വോട്ട്. അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷം എന്നുള്ളത് 29,208 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് കരുനാഗപ്പള്ളി മണ്ഡലത്തിൽ CR മഹേഷ് നേടിയത്. കോൺഗ്രസിന്റെ വമ്പൻ തിരിച്ചുവരവായിരുന്നു. അല്ലെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആകമാനം ക്ഷീണം സംഭവിച്ചപ്പോൾ പക്ഷേ കരുനാഗപ്പള്ളിയിലെ ചിത്രം മറ്റൊന്നായിരുന്നു. CR മഹേഷിന്റെ കഠിനമായ പ്രയത്നം കൊണ്ട് മണ്ഡലം പിടിച്ചെടുക്കുകയായിരുന്നു. 2016 തെരഞ്ഞെടുപ്പിൽ R രാമചന്ദ്രൻ CR മഹേഷിനെ പരാജയപ്പെടുത്തുകയാണ് ചെയ്തത്. അന്ന് CR മഹേഷ് ഇഞ്ചോടിഞ്ച് മത്സരം നടത്തി. അന്നത്തെ മത്സരത്തിൽ കേവലം 1759 വോട്ടിനാണ് CR മഹേഷ് R രാമചന്ദ്രനോട് പരാജയപ്പെട്ടത്. 2011 തെരഞ്ഞെടുപ്പിൽ CPIയുടെ C ദിവാകരൻ വിജയിച്ച മണ്ഡലമാണ്. അന്ന് C ദിവാകരൻ രാജൻ ബാബുവിനെ, JSSന്റെ രാജൻ ബാബുവിനെയാണ് പരാജയപ്പെടുത്തിയത്. അന്നത്തെ ഭൂരിപക്ഷം 14,522. 11-ലും 16-ലും CPIക്കൊപ്പം നിന്ന മണ്ഡലം പക്ഷേ 21-ൽ CR മഹേഷ് 29,000 ചില്ലാനം വോട്ടിന് ജയിക്കുന്നതാണ് കണ്ടത്. നിലവിലുള്ള ഒരു അവസ്ഥയിൽ മണ്ഡലത്തിൽ മറ്റൊരു സാധ്യതകൾ കാണുന്നില്ല എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. CR മഹേഷ് നിലനിർത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. UDF ജില്ലയിൽ വലിയ വിജയപ്രതീക്ഷ പുലർത്തുന്ന ഒരു മണ്ഡലമാണ് കരുനാഗപ്പള്ളി. ഇനി ചവറ മണ്ഡലത്തെ പറ്റിയാണ്. സുജിത് വിജയൻ പിള്ള ആണ് LDF സ്ഥാനാർത്ഥി. RSP ആണ്, ഷിബു ബേബി ജോൺ ആണ് മത്സരിക്കുന്നത്. BJPക്കും സ്ഥാനാർത്ഥിയുണ്ട്. 2021 തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായി സുജിത് വിജയൻ പിള്ള നേടിയത് 63,282 വോട്ടാണ്. അന്ന് ഷിബു ബേബി ജോൺ ഇഞ്ചോടിഞ്ച് മത്സരം നടത്തി 62,186 വോട്ട് നേടി. BJPക്ക് 14,000 ചില്ലാനം വോട്ട് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സുജിത് വിജയൻ പിള്ളയുടെ ഭൂരിപക്ഷം 1,096 വോട്ടിൻ്റെതാണ്. ഇത്തവണ ഷിബു ബേബി ജോൺ തിരിച്ചുവരവ് നടത്താൻ ആഗ്രഹിക്കുന്ന മണ്ഡലമാണ് ചവറ എന്നുള്ളത്. 2016-ൽ വിജയൻ പിള്ളയാണ് അന്ന് വിജയിച്ചത്. അന്ന് ഷിബു ബേബി ജോണിനെ അദ്ദേഹം പരാജയപ്പെടുത്തിയത് 6,189 വോട്ടിനാണ്. 2011-ൽ ഷിബു ബേബി ജോൺ അന്ന് RSP സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രനെയാണ് പരാജയപ്പെടുത്തിയത്. അപ്പോൾ അന്നത്തെ ഷിബു ബേബി ജോണിന്റെ ഭൂരിപക്ഷം 6,061 വോട്ട്. അപ്പോൾ 2011-ൽ ഷിബു ബേബി ജോണിന്റെ കയ്യിലുണ്ടായിരുന്ന മണ്ഡലം 6,061 വോട്ടിന് വിജയിച്ച മണ്ഡലം പക്ഷേ 16-ൽ കൈവിട്ടു. അന്നത്തെ തോൽവി എന്നുള്ളത് 6,189 വോട്ടിനാണ്. 21-ലേക്ക് എത്തുമ്പോൾ ആ തോൽവി എന്നുള്ളത് കേവലം 1,100 വോട്ടിൻ്റെതാക്കി മാറ്റി. ഇത്തവണ തിരിച്ചു പിടിക്കാമെന്നുള്ള വലിയ പ്രതീക്ഷയാണ് ഷിബു ബേബി ജോണിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. പക്ഷേ മണ്ഡലം നിലനിർത്താൻ കഴിയുമെന്നാണ് LDF പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത്.
ഇനി സംവരണ മണ്ഡലമായ കുന്നത്തൂരിനെ കുറിച്ചാണ്. കോവൂർ കുഞ്ഞുമോനാണ് RSP ലെഫ്റ്റിന് വേണ്ടി മത്സരിക്കുന്നത്. RSPക്ക് വേണ്ടി അഡ്വക്കേറ്റ് ഉല്ലാസ് കോവൂറും മത്സരിക്കുന്നു. BJPക്ക് വേണ്ടി രാജീവ് പ്രസാദും മത്സരിക്കുന്നു. 2021 തെരഞ്ഞെടുപ്പിൽ കോവൂർ കുഞ്ഞുമോൻ വിജയിച്ചത് അന്ന് നേടിയത് 69,436 വോട്ട്. അന്ന് ഉല്ലാസ് കോവൂർ നേടിയത് 66,646 വോട്ട്. BJPക്ക് 22,000-അടുത്ത് വോട്ട് കിട്ടിയ മണ്ഡലമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷം എന്നുള്ളത് കോവൂർ കുഞ്ഞുമോന്റെ ഭൂരിപക്ഷം 2,790. 2016 കോവൂർ കുഞ്ഞുമോൻ തന്നെയാണ് മണ്ഡലത്തിൽ വിജയിച്ചത്. അന്നത്തെ ഭൂരിപക്ഷം എന്നുള്ളത് 20,529. അന്നും ഉല്ലാസ് കോവൂറിനെയാണ് പരാജയപ്പെടുത്തിയത്. ഇനി 2011 തെരഞ്ഞെടുപ്പിൽ കോവൂർ കുഞ്ഞുമോൻ പരാജയപ്പെടുത്തിയത് PK രവി എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ്. അന്നത്തെ ഭൂരിപക്ഷം 12,088. അപ്പോൾ 2011 കോവൂർ കുഞ്ഞുമോൻ വിജയിച്ചത് 12,088 വോട്ട്. 2016 എത്തുമ്പോൾ അത് 20,529 മാറുന്നുണ്ട്. 2021 എത്തുമ്പോൾ അത് കേവലം 2,790 മാറുന്നുണ്ട്. ഇത്തവണയും അതിശക്തമായ മത്സരം തന്നെ നടന്നു എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. എങ്കിൽ പോലും കോവൂർ കുഞ്ഞുമോന്റെ കാര്യത്തിൽ മണ്ഡലത്തിൽ തൃപ്തിയുണ്ടോ എന്നുള്ള ചോദ്യമാണ് അവിടെ പ്രസക്തമാവുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള പൊതുവെയുള്ള വിലയിരുത്തലിൽ അതിശക്തമായ മത്സരം നടന്നു എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. CPM വിട്ട ആയിഷ പോറ്റിയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് ശ്രദ്ധേയമായതാണ് കൊട്ടാരക്കര മണ്ഡലം. 2016 വരെ അവിടെ MLA ആയിരുന്ന ആളാണ് ആയിഷ പോറ്റി. അവർ പാർട്ടിയുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചു. ഇപ്രാവശ്യം കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നു. CPMന് KN ബാലഗോപാൽ നിലവിലുള്ള മന്ത്രി കൂടിയാണ്. ബാലഗോപാലാണ് സ്ഥാനാർത്ഥി, നിലവിലുള്ള ധനമന്ത്രി. അദ്ദേഹമാണ് CPMനെ പ്രതിനിധീകരിച്ച് മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. കൊട്ടാരക്കരയിൽ BJPക്കും സ്ഥാനാർത്ഥിയുണ്ട്. 2021 തെരഞ്ഞെടുപ്പിൽ KN ബാലഗോപാൽ നേടിയത് 68,770 വോട്ടാണ്. അന്ന് കോൺഗ്രസിന്റെ രശ്മിയെയാണ് പരാജയപ്പെടുത്തിയത്. രശ്മി നേടിയത് 57,956 വോട്ട്. BJPക്ക് 22,000-അടുത്ത് വോട്ട് കിട്ടിയിട്ടുണ്ട്. അത്രമൊരു മണ്ഡലമാണ്. കഴിഞ്ഞ തവണ ബാലഗോപാലിന്റെ ഭൂരിപക്ഷം 10,814 വോട്ട്. നിലവിലുള്ള മന്ത്രി കൂടിയാണ്. 2016 തെരഞ്ഞെടുപ്പിൽ CPMന് വേണ്ടി ആയിഷ പോറ്റി നേടിയ വിജയം എന്നുള്ളത് അത് 42,632 വോട്ടിൻ്റെതായിരുന്നു. 2011 തെരഞ്ഞെടുപ്പിൽ ആയിഷ പോറ്റി തന്നെ വിജയിച്ച മണ്ഡലം. അന്ന് കേരള കോൺഗ്രസ് BA ആണ് NM മുരളിയെയാണ് പരാജയപ്പെടുത്തിയത്. അന്നത്തെ ഭൂരിപക്ഷം എന്നുള്ളത് 20,952. അപ്പോൾ CPMന്റെ കുത്തക മണ്ഡലം എന്ന് വിലയിരുത്തപ്പെടുന്ന മണ്ഡലമാണ് കൊട്ടാരക്കര. 2011 ഭൂരിപക്ഷം 20,952. 16 എത്തുമ്പോൾ അത് 42,632 മാറുന്നുണ്ട്. 21 എത്തുമ്പോൾ വീണ്ടും 10,814. അതേ ആയിഷ പോറ്റിയെ സ്ഥാനാർത്ഥിയാക്കി മണ്ഡലം തിരിച്ചു പിടിക്കാമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ കൊട്ടാരക്കരയിൽ സാധ്യമല്ല എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. മന്ത്രി കൂടിയായ KB ഗണേഷ് കുമാറിന്റെ തട്ടകമായ പത്തനാപുരത്തെക്കുറിച്ചാണ്. പത്തനാപുരം KB ഗണേഷ് കുമാറിന്റെ തട്ടകമാണ്. ജ്യോതികുമാർ ചാമക്കാലയെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നിർത്തിവെക്കുന്നത്. 2020ക്കും സ്ഥാനാർത്ഥിയുണ്ട്. 2021 തെരഞ്ഞെടുപ്പിൽ KB ഗണേഷ് കുമാർ നിരന്തരമായ വിവാദങ്ങളിൽ ഉൾപ്പെടുന്ന വ്യക്തിയാണ്, മന്ത്രിയാണ്. പക്ഷെ മന്ത്രി തലത്തിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് എന്നുള്ളത് വളരെ മികച്ചതാണ് എന്നുള്ളത് പൊതുവെയുള്ള വിലയിരുത്തൽ. 2021 തെരഞ്ഞെടുപ്പിൽ ഗണേഷ് കുമാർ നേടിയത് 67,276 വോട്ട്. അന്ന് കോൺഗ്രസിന്റെ ജ്യോതികുമാർ ചാമക്കാല നേടിയത് 52,940 വോട്ട്. BJPക്ക് 12,000 ചില്ലാനം വോട്ടാണ് മണ്ഡലത്തിലുള്ളത്. അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഗണേഷ് കുമാറിന്റെ ഭൂരിപക്ഷം 14,336 വോട്ട്. 2016 തെരഞ്ഞെടുപ്പിൽ ഗണേഷ് കുമാറിന്റെ ഭൂരിപക്ഷം 24,568 വോട്ടിനാണ് അന്ന് ജഗദീഷിനെ ഗണേഷ് കുമാർ പരാജയപ്പെടുത്തിയത്. 2011 തെരഞ്ഞെടുപ്പിൽ ഗണേഷ് കുമാറിന്റെ ഭൂരിപക്ഷം 20,000 ചില്ലാനം വോട്ടിൻ്റെതാണ്. 2006 ഗണേഷ് കുമാർ തന്നെ വിജയിച്ച മണ്ഡലമാണ്. 2001 ഗണേഷ് കുമാർ തന്നെ വിജയിച്ച മണ്ഡലമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഗണേഷ് കുമാറിന്റെ കോട്ടയാണ്, ഗണേഷ് കുമാറിന്റെ തട്ടകമാണ് പത്തനാപുരം. ഇത്തവണയും മറ്റൊരു സാധ്യതകളില്ല. ഗണേഷ് കുമാർ മണ്ഡലം നിലനിർത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. പുനലൂർ മണ്ഡലത്തെക്കുറിച്ചാണ്. CPIക്ക് വേണ്ടി അജയ് പ്രസാദ് സി. മുസ്ലിം ലീഗ് മത്സരിക്കുന്ന തെക്കൻ കേരളത്തിലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഒന്നാണ്. നൌഷാദ് യൂനിസ് ആണ് മുസ്ലിം ലീഗിന് വേണ്ടി മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. 2020ക്കും സ്ഥാനാർത്ഥിയുണ്ട്. 2021 തെരഞ്ഞെടുപ്പിൽ PS സുപാലാണ്
മണ്ഡലത്തിൽ മത്സരിച്ചത് CPIക്ക് വേണ്ടി 80,428 വോട്ട് നേടി. അന്ന് ലീഗിന്റെ അബ്ദുറഹ്മാൻ രണ്ടത്താണി 43,371 വോട്ടാണ് നേടിയത്. BJPക്ക് 20,000 ചില്ലാനം വോട്ടും കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ PS സുബാലിൽ മണ്ഡലത്തിൽ വിജയിച്ചത് 37,057 വോട്ടിനാണ്. അപ്പോൾ ഇത്തവണ സുബാലിന് പകരം അജയ് പ്രസാദാണ് മത്സരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കഴിഞ്ഞ തവണ 37,000 ആണ് ഭൂരിപക്ഷം. 2016 തെരഞ്ഞെടുപ്പിൽ രാജു ആണ് വിജയിച്ചത്. അന്ന് മുസ്ലിം ലീഗിന്റെ യൂനുസ് കുഞ്ഞിനെയാണ് പരാജയപ്പെടുത്തിയത്. അന്നത്തെ ഭൂരിപക്ഷം എന്നുള്ളത് 33,582 വോട്ടിനാണ്. 2011 രാജു വിജയിച്ച മണ്ഡലമാണ് CPMന് വേണ്ടി. പക്ഷെ അന്ന് കോൺഗ്രസിന്റെ ജോൺസൺ എബ്രഹാമിനെയാണ് പരാജയപ്പെടുത്തിയത്. 2011 ഭൂരിപക്ഷം CPI സ്ഥാനാർത്ഥിയുടേത് 18,000 ചില്ലാനമാണ്. അപ്പോൾ 2011 16 21 CPI വിജയിച്ച മണ്ഡലം. ഇപ്രാവശ്യം ലീഗ് തന്നെയാണ് സ്ഥാനാർത്ഥി. ലീഗ് പോലും ജയപ്രതീക്ഷ അവിടെ വെച്ച് പുലർത്തുന്നില്ല. CPI തന്നെ വിജയിക്കാനാണ് സാധ്യത. LDF നിലനിർത്താനാണ് ഈ പുനലൂർ മണ്ഡലത്തെ പറ്റിയുള്ള സാധ്യതകൾ എന്നുള്ളത്. ഇനി ചടയമംഗലം മണ്ഡലത്തെ കുറിച്ചാണ്. CPI സ്ഥാനാർത്ഥിയായി ചിഞ്ചു റാണി, കോൺഗ്രസിന് വേണ്ടി MM നസീർ, BJPക്കും സ്ഥാനാർത്ഥിയുണ്ട്, SDPIയും മത്സരിക്കുന്നുണ്ട്. 2021 തെരഞ്ഞെടുപ്പിൽ ചിഞ്ചു റാണി നേടിയത് 67,252 വോട്ട്. കോൺഗ്രസിന്റെ MM നസീർ നേടിയത് 53,574 വോട്ട്. അപ്പോൾ അന്ന് BJPക്ക് 22,000 ചില്ലാനം വോട്ടും ലഭിച്ചിട്ടുണ്ട്. ഭൂരിപക്ഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷം ചിഞ്ചു റാണിയുടെ ഭൂരിപക്ഷം 13,678 വോട്ടിൻ്റെതാണ്. 2016 CPIയുടെ മുല്ലക്കര രത്നാകരൻ വിജയിച്ച മണ്ഡലം. അന്ന് മുല്ലക്കര രത്നാകരൻ MM ഹസനെ പരാജയപ്പെടുത്തിയത് 21,928 വോട്ടിനാണ്. 2011 തെരഞ്ഞെടുപ്പിൽ മുല്ലക്കര രത്നാകരൻ തന്നെ വിജയിച്ച മണ്ഡലമായിരുന്നു. അന്നത്തെ ഭൂരിപക്ഷം 23,624 വോട്ട്. അന്ന് ഷാഹിദ കമാലിനെയാണ് പരാജയപ്പെടുത്തിയത്. അപ്പോൾ 2011 CPIയുടെ ഭൂരിപക്ഷം 23,624. 2016 എത്തുമ്പോൾ അത് 21,298. 2021 എത്തുമ്പോൾ അത് ഭൂരിപക്ഷം എന്നുള്ളത് 13,678. ഇത്തവണയും മറ്റൊരു സാധ്യതകൾ കാണുന്നില്ല. ചിഞ്ചു റാണിയിലൂടെ CPI തന്നെ നിലനിർത്താനാണ് ചടയമംഗലത്തെ എല്ലാ സാധ്യതകളും ഉള്ളത്. ഇനി കുണ്ടറ മണ്ഡലത്തെ കുറിച്ചാണ്. PC വിഷ്ണുനാഥാണ് സിറ്റിംഗ് MLA ആയിട്ടുള്ള മണ്ഡലമാണ്. കോൺഗ്രസിന്റെ ജയം നൽകിയ മറ്റൊരു മണ്ഡലം. LDFന് വേണ്ടി SR സജിൽ കുമാറാണ് ഇത്തവണ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. NDAക്ക് വേണ്ടി ബിഗ് ബോസ് വിജയ് റോബിൻ രാധാകൃഷ്ണനും മത്സരിക്കുന്നുണ്ട്. 2021 തെരഞ്ഞെടുപ്പിൽ PC വിഷ്ണുനാഥ് നേടിയത് 76,405 വോട്ടാണ്. CPMന്റെ മേഴ്സിക്കുട്ടിയമ്മ അന്നത്തെ മന്ത്രിയായിരുന്നു. മന്ത്രിയെ പരാജയപ്പെടുത്തിയത് വലിയ വിഷയമായിരുന്നു അന്നത്തെ സംബന്ധിച്ചിടത്തോളം. അന്ന് മേഴ്സിക്കുട്ടിയമ്മ നേടിയത് 71,882 വോട്ടാണ്. അന്നത്തെ മേഴ്സിക്കുട്ടിയമ്മയുടെ പരാജയം 4,523 വോട്ട്. അഥവാ PC വിഷ്ണുനാഥിന്റെ 2021 ഭൂരിപക്ഷം 4,523. 2016 മേഴ്സിക്കുട്ടിയമ്മ അന്ന് വിജയിച്ചത്, അന്ന് രാജ്മോഹൻ ഉണ്ണിത്താനെയാണ് പരാജയപ്പെടുത്തിയത്. 30,460 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു. 2011 MA ബേബി വിജയിച്ച മണ്ഡലമാണ്. 2006 MA ബേബി വിജയിച്ച മണ്ഡലമാണ്. 2011 MA ബേബിയുടെ ഭൂരിപക്ഷം 14,703. അപ്പോൾ 2011 16 വലിയ വിജയം LDFന് സമ്മാനിച്ച മണ്ഡലം കഴിഞ്ഞ തവണയാണ് ആദ്യമായിട്ട് PC വിഷ്ണുനാഥിലൂടെ കോൺഗ്രസ് തിരിച്ചു പിടിക്കുന്നത്. പക്ഷേ ഇത്തവണ PC വിഷ്ണുനാഥിന് മണ്ഡലം നിലനിർത്താൻ കഴിയുമോ എന്നുള്ള ചോദ്യമാണ് പ്രസക്തമായിട്ടുള്ളത്. നിലവിലുള്ള ഒരവസ്ഥയിൽ അത് ശ്രമകരമായ ദൗത്യമാണെന്ന് പറയേണ്ടി വരും. ഇനി കൊല്ലം മണ്ഡലത്തെ കുറിച്ചാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ മുകേഷ് ആയിരുന്നു സ്ഥാനാർത്ഥി. മുകേഷിനെ CPM എന്തിന് കൊല്ലം ജില്ലയിൽ കൊല്ലം മണ്ഡലത്തിൽ മത്സരിപ്പിച്ചു എന്ന് ഇതുവരെയും ആർക്കും ഉത്തരം കിട്ടാത്ത ചോദ്യം. കാരണം പാർട്ടിയുടെ ശക്തമായ സിറ്റിംഗ് സീറ്റിൽ മുകേഷിനെ പോലെയുള്ള ഒരു സിനിമാ താരത്തെ പാർട്ടിയുമായി ബന്ധമുണ്ട് എന്നതിൻ്റെ പേരിൽ മത്സരിച്ച് വിജയിപ്പിക്കുന്നതിൻ്റെ ആവശ്യകത, അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങൾ. ഏതായാലും ഇത്തവണ മുകേഷിന് സീറ്റ് കൊടുത്തില്ല എന്നുള്ള ഒരു അവസ്ഥ മണ്ഡലത്തിൽ ഉണ്ടായി എന്നതാണ് അല്പമെങ്കിലും ആശ്വാസമുണ്ടാക്കിയ കാര്യം. 2026 ഈ തെരഞ്ഞെടുപ്പിൽ S ജയമോഹനാണ് LDF സ്ഥാനാർത്ഥി. UDFന് വേണ്ടി ബിന്ദു കൃഷ്ണ, NDAക്കും സ്ഥാനാർത്ഥിയുണ്ട്. 2021 തെരഞ്ഞെടുപ്പിൽ മുകേഷ് നേടിയത് 58,524 വോട്ടാണ്. അന്ന് കോൺഗ്രസിന്റെ ബിന്ദു കൃഷ്ണയെ തന്നെയാണ് പരാജയപ്പെടുത്തിയത്. ബിന്ദു കൃഷ്ണ 56,452 വോട്ട് നേടി. BJPക്ക് 14,000 ചില്ലാനം വോട്ടാണ് മണ്ഡലത്തിൽ ലഭിച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുകേഷിന്റെ ഭൂരിപക്ഷം 2,072 വോട്ടിൻ്റെതാണ്.
2016 എം മുകേഷ് തന്നെ മണ്ഡലത്തിൽ സൂരജ് രവിയെ പരാജയപ്പെടുത്തിയത് 17,611 വോട്ടിനാണ്. 2011 പി കെ ഗുരുദാസൻ CPM വേണ്ടി വിജയം കൊണ്ടുവന്ന മണ്ഡലം അന്നത്തെ ഭൂരിപക്ഷം എന്നുള്ളത് 8,540. അപ്പോൾ 2011 8,540 വോട്ടിന്റെ ഭൂരിപക്ഷം നൽകിയ മണ്ഡലം 2016 എത്തുമ്പോൾ ആ ഭൂരിപക്ഷം 17,611 മാറുന്നുണ്ട്. 21 അത് 2072 മാത്രമായി കുറയുന്നുണ്ട്. ഇത്തവണ മുകേഷിനെ മാറ്റി ജയമോഹനെ കൊണ്ടുവന്നതോടുകൂടി കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാമെന്നാണ് CPM കണക്ക് കൂട്ടുന്നത്. ഇരവിപുരം മണ്ഡലത്തെക്കുറിച്ചാണ്. MM നൗഷാദ് തന്നെയാണ് CPM വേണ്ടി മത്സരിക്കുന്നത്. 2021 തെരഞ്ഞെടുപ്പിൽ MM നൗഷാദ് നേടിയത് 71,573 വോട്ടാണ്. അന്ന് ബാബു ദിവാകരനാണ് RCP സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. അന്ന് ബാബു ദിവാകരൻ നേടിയത് 43,452 വോട്ടാണ്. അപ്പോൾ കഴിഞ്ഞ തവണ വലിയ വിജയം CPM നൽകിയ മണ്ഡലമാണ്. ഏകദേശം 30,000 വോട്ടിനടുത്താണ് കഴിഞ്ഞ തവണ M നൗഷാദ് മണ്ഡലത്തിൽ വിജയിച്ചിട്ടുള്ളത്. ഇനി 2016 തെരഞ്ഞെടുപ്പ് നമുക്ക് നോക്കാം. ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ അഡ്വക്കേറ്റ് വിഷ്ണു മോഹനാണ് RSP സ്ഥാനാർത്ഥി. BD ജയസിനും സ്ഥാനാർത്ഥിയുണ്ട്. അപ്പോൾ 2016 തെരഞ്ഞെടുപ്പിൽ M നൗഷാദ് വിജയിച്ചത് അന്ന് അസീസിനെയാണ് പരാജയപ്പെടുത്തിയത്. 28,803 വോട്ട്. 2011 വിജയം എന്നുള്ളത് അസീസ് അന്ന് LDF വേണ്ടി വിജയിച്ചു. അന്ന് 8,012 വോട്ടാണ്. 2011 16 21 LDF കൂടെ നിന്ന മണ്ഡലം നിലവിലുള്ള സാഹചര്യത്തിൽ ഭൂരിപക്ഷത്തിലുള്ള മാറ്റങ്ങൾക്ക് മാത്രമാണ് സാധ്യത. ആ ഭൂരിപക്ഷം കൂടുമോ കുറയുമോ എന്ന് മാത്രമാണ് നോക്കാനുള്ളത്. ഇനി ചാത്തന്നൂർ മണ്ഡലത്തെ കുറിച്ചാണ്. CPIക്ക് വേണ്ടി R രാജേന്ദ്രൻ, BJPക്കും സ്ഥാനാർത്ഥിയുണ്ട്. കോൺഗ്രസിന് സൂരജ് രവി. 2021 തെരഞ്ഞെടുപ്പിൽ GS ജയലാൽ വിജയിച്ച മണ്ഡലം CPIക്ക് വേണ്ടി 59,296 വോട്ടാണ് നേടിയത്. BJPയുടെ BB ഗോപകുമാറാണ് രണ്ടാം സ്ഥാനത്തെത്തിയത്. 42,090 വോട്ട് നേടി. കോൺഗ്രസ് മൂന്നാം സ്ഥാനത്താണ്. പീതാംബരക്കുറുപ്പ്. അപ്പോൾ 2021 തെരഞ്ഞെടുപ്പിൽ BJP രണ്ടാം സ്ഥാനത്തെത്തിയ മണ്ഡലമാണ് ചാത്തന്നൂർ എന്നുള്ളത്, അഥവാ അവരുടെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഒന്ന്. കഴിഞ്ഞ തവണത്തെ ജയലാലിന്റെ ഭൂരിപക്ഷം 17,206 വോട്ട്. 2016 തെരഞ്ഞെടുപ്പിൽ GS ജയലാൽ നേടിയത് 67,606 വോട്ട് നേടി. BJPയുടെ BB ഗോപകുമാറിനെ പരാജയപ്പെടുത്തിയത് 34,000 ചില്ലാനം വോട്ടിനാണ്. 2011 കോൺഗ്രസ് രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന മണ്ഡലമാണ്. അന്ന് BJPക്ക് കേവലം 3,000 ചില്ലാനം വോട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അന്ന് GS ജയലാൽ വിജയിച്ചത് 12,589 വോട്ടിനാണ് കോൺഗ്രസിന്റെ ബിന്ദു കൃഷ്ണയെ പരാജയപ്പെടുത്തിയത്. അഥവാ 2011 വരെ BJPക്ക് കേവലം 3,000 ചില്ലാനം വോട്ട് മാത്രമുണ്ടായിരുന്ന മണ്ഡലം ഇപ്പോൾ BJP രണ്ടാം സ്ഥാനത്തെത്തുന്നു. 2016 തെരഞ്ഞെടുപ്പിൽ അത് 33,000 മാറുന്നു. 21 തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ അത് 42,000 മാറുന്നു. നിലവിൽ BJP രണ്ടാം സ്ഥാനത്തുള്ള മണ്ഡലം എന്നുള്ള പ്രത്യേകത കൂടി ഈ ചാത്തന്നൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കൊല്ലം ജില്ലയിലെ നിലവിലുള്ള അവസ്ഥയിൽ CPI നിലനിർത്താൻ തന്നെയാണ് ചാത്തന്നൂർ മണ്ഡലത്തിൽ സാധ്യതയുള്ളത്. BJPക്ക് ജയസാധ്യതകൾ ആരും പ്രതീക്ഷിക്കുന്നില്ല, കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. നിലവിലുള്ള ഒരു അവസ്ഥയിൽ കഴിഞ്ഞ തവണ നേടിയ 17,200 അല്ലെങ്കിൽ അതിനു മുമ്പ് നേടിയ 34,000 ഒന്നുമില്ലെങ്കിലും CPI നിലനിർത്താൻ തന്നെയാണ് സാധ്യത. കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം CPIയും CPMും ഒരേപോലെ മത്സരിച്ച് വിജയിക്കുന്ന മണ്ഡലങ്ങളാണ്. കഴിഞ്ഞ തവണ UDFന് 1-2 സീറ്റുകളുടെ വിജയം മാത്രമാണ് കൊല്ലം ജില്ലയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ഇത്തവണ വലിയ തിരിച്ചുവരവിനുള്ള ശ്രമങ്ങൾ UDF നടത്തുമ്പോഴും ഈ ശ്രമകരമായ ദൗത്യം എങ്ങനെ വിജയിക്കുമെന്നുള്ള ഒരു ചോദ്യം അവിടെ ബാക്കിയാവുന്നുണ്ട്. നിലവിലുള്ള CPI MLA മന്ത്രിമാരുടെ പെർഫോമൻസ്, അത് ജില്ലയിലാകമാനം ഉണ്ടാക്കിയ സാധ്യതകൾ, BJPയുടെ വോട്ട്, ഇങ്ങനെ പലവിധ ഘടകങ്ങൾ അവിടെ ഉൾപ്പെടുന്നുണ്ട്. എങ്കിൽ പോലും നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ചില്ലറ സീറ്റുകൾ നഷ്ടപ്പെട്ടാലും LDFനുള്ള മേൽക്കോയ്മ തുടരാൻ തന്നെയാണ് കൊല്ലം ജില്ലയിൽ എല്ലാ സാധ്യതകളും ഉള്ളത്. UDF അവർ പറയുന്ന 100 എന്നുള്ള നമ്പറിലേക്ക് എത്തണമെങ്കിൽ കൊല്ലത്തൊക്കെ വലിയ വിജയം ഉണ്ടാവേണ്ടി വരും. പക്ഷേ നിലവിലുള്ള അവസ്ഥയിൽ
അത്തരം വലിയ വിജയങ്ങൾക്കുള്ള സാധ്യതകൾ വിരളമാണ്. കൊല്ലത്ത് LDF തന്നെ മുൻതൂക്കമുണ്ടാവാനാണ് എല്ലാ സാധ്യതകളും ഉള്ളത്.